വരട്ടെ ആടുമേക്കാൻ കാടിനുള്ളിൽ. പോരു പുന്നാരേ പോരു പുന്നാരേ മാമ്പു പൂക്കും മാസമല്ലേ. ഓടക്കുഴലൂതിക്കൊണ്ടടുത്തിരിക്കാം ഒരു മരച്ചായയിൽ കിടന്നുറങ്ങാം. കണ്ണാരം കൊത്താം കിന്നാരം ചൊല്ലാം കുഞ്ഞാടി കൂട്ടത്തിൽ കൂത്താടാം. ഞാനും വരട്ടെ ആടുമേക്കാൻ കാടിനുള്ളിൽ. ഒരു പുന്നാരേ മാമ്പു പൂക്കും മാസമല്ലേ. ഓ മാമം മാമം മാമ ചന്ദ മാമ ഓ മാമം മാമം മാമ ചന്ദ മാമ ഓ മാമം മാമം മാമ ചന്ദ മാമ ഓ മാമം മാമം മാമ ചന്ദ മാമ. ഒരു നോട്ടം കണ്ടേയുള്ളൂ ഒരു ഗാനം കേട്ടേയുള്ളൂ കൊതിയാലൻ കൊഞ്ചിപ്പോയ ചന്ദ മാമ. ഒരു നോട്ടം കണ്ടേയുള്ളൂ ഒരു ഗാനം കേട്ടേയുള്ളൂ കൊതിയാലൻ കൊഞ്ചിപ്പോയ ചന്ദ മാമ. മുകിൽ വേയും മാനത്തെ മാറിക്കൂടിൽ മുളവാതിൽ ചാരാതെ ചന്ദ മാമ. ഓ മാമം മാമം മാമ ചന്ദ മാമ ഓ മാമം മാമം മാമ ചന്ദ മാമ ഓ മാമം മാമം മാമ ചന്ദ മാമ ഓ മാമം മാമം മാമ ചന്ദ മാമ. നമുക്ക് മാമന്മാരെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മാസ്റ്റേഴ്സിനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് മാസ്റ്റർ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ അലമ്പ് ടീം? ഒരാളൊഴിച്ച് ബാക്കി എല്ലാരും നന്നായി. ഒരാളൊഴിച്ച് ബാക്കി എല്ലാരും നല്ലതാണോ? ഇടയ്ക്ക് ഞാനൊന്ന് പാടിയായിരുന്നു. അതായിരുന്നു പറഞ്ഞത്. ബാക്കി എല്ലാരും നന്നായിരുന്നു. അങ്ങനെ കളിയാക്കണ്ട. ഈ പിള്ളേര് വേറെ ടീം തന്നെയാണ്. വേണമെങ്കിൽ ഞങ്ങൾ ഒരു പാട്ട് പാടാം, 2 3 പാട്ട് ചെയ്യാം. പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പാട്ടൊക്കെ പാടി അല്ലേ ഉഷാറാക്കാം. ആണോ? ഇവരാണ് ഇതിന്റെ ലീഡർ. പേര് പറഞ്ഞു കൊടുത്തളിയാ. ജിഷ്ണു. എന്റെ ദൈവമേ, ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് പറയാനല്ല ഞാൻ പറഞ്ഞത്. ജിഷ്ണു ശങ്കർ. കറക്റ്റ്. ജിഷ്ണു അവിടെ ഇരിക്കുമ്പോ അടുത്തിരിക്കുമ്പോ പേടിയല്ലോ ഉണ്ടോ? അദ്ദേഹത്തെ പേടിയുണ്ടോ? എന്നെയാണോ ഉദ്ദേശിച്ചേ? ചെറിയൊരു ഭയങ്കര ഒരു ഭവ്യതയോടെ പറയുന്നു. അത് എത്ര ആൾക്കാർ കാണുന്നതാണല്ലേ. ജിഷ്ണു ഗേൾഫ്രണ്ട് കാണുന്നുണ്ടാവില്ലേ? അപ്പൊ അവർക്ക് സീൻ ഉണ്ടാവില്ലേ? വീട്ടുകാർ കാണുന്നുണ്ടാവില്ലേ? ഇപ്പൊ സീനായില്ലേ? കൺഫേം ആയി. അപ്പൊ അവന്റെ ജീവിതത്തിന്റെ കാര്യം തീരുമാനിക്കും. എല്ലാരും ഒരേ കോളേജാണോ? കോളേജിന്റെ പേരെന്താ? ചെമ്പൈ കോളേജ്. ഓക്കെ, തുടങ്ങാം. നമ്മളുടെ ഈ ചെമ്പൈ കോളേജിൽ നിന്ന് വരുന്ന പിള്ളേരാണ് ഈ വോക്കലും. അതേപോലെ പുറത്തുനിന്ന് വന്ന പയ്യനാണ്. പുറത്തുനിന്ന് വന്ന ആളുടെ പേരെന്താണ്? എന്റെ പേര് അഷോൺ. അശോകൻ. അഷോൺ ജോണി. അഷോൺ ജോണി. നല്ല പേരാണല്ലോ. ഈ അശോന്റെ മീനിങ് എന്നാ? ഷാജോണിന് എന്തെങ്കിലും മീനിങ് ഉണ്ടായിട്ടാണോ? അത് എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ. ഇല്ല, ഒന്നുമില്ല. ഷാജോൺ എങ്ങനെയാ വന്നവർ? അപ്പയുടെ പേര് ജോൺ എന്നായിരിക്കും. അമ്മയുടെ പേരെന്നാ? റജീന. അതുകൊണ്ടല്ല, അങ്ങനെ അതൊന്നുമല്ല സംഭവം. ഞാൻ പറഞ്ഞുതരാം. ഷാജി എന്നാണ് യഥാർത്ഥ പേര്. ഇൻഡസ്ട്രിയിൽ ജോൺ എന്നാണ് അച്ഛന്റെ പേര്. അപ്പൊ ഇത് ഒരുമിച്ച് പെട്ടെന്ന് വിളിക്കുമ്പോ ഷാജോണെ, ഷാജി ജോൺ, ഷാജി ജോൺ. ഇത് ശരിക്കും പറയുവാന്നോ? ഷാജി അണ്ണാ. ഇത്രയും കാലം പിന്നെ ഒരു കാര്യം, പെൺകുട്ടികളെ വഴി നടത്താതെ നടക്കുന്ന വേറെ ഷാജി. അപ്പൊ അങ്ങനെയാണ് ഷാജോൺ വന്നത്. ഷാജോണാക്കി. ഇത്രയും പിള്ളേരുടെ മുന്നിൽ ഇത് പറയേണ്ട അവസ്ഥ. എന്റെ ഫേസിൽ അത് മാറുമല്ലോ. ആര് പറഞ്ഞു? ഇനി നമുക്ക് കാണുമ്പോണ്ടല്ലോ. ഒന്നുമില്ല. നീ എന്താ ഉദ്ദേശിച്ചേ? ശശിയും ഒക്കെയാണ്. ഓക്കെ, വഴിതെറ്റി പോയത്. നമ്മളൊരു പേരിന്ന് തുടങ്ങി എവിടം വരെ പോയെന്ന് മനസ്സിലായില്ലേ? അതാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നു. എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പറഞ്ഞു പിന്നെ എങ്ങനെ പാട്ടിക്കറി വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയതാണോ? എങ്ങനെയായിരുന്നു? ഇങ്ങനെ തന്നെ. അതിന്റെ കൂടുതലായിട്ട് ഇത് ഞങ്ങളുടെ നാടൻ പാട്ടിന്റെ ആയിരുന്നു. അത് മെയിൻ ആയിട്ട് ലീഡ് ചെയ്യുന്നത് ശ്രുതിയാണ്. അവളായിരുന്നു ലീഡർ. അങ്ങനെ പറ ശ്രുതി. ഹായ്. ഹലോ. ഓക്കെ, ശ്രുതി ആയിരുന്നു ഇതിന്റെ ലീഡർ. അപ്പൊ ശ്രുതിയാണ് നാടൻ പാട്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ തുടങ്ങിയതാണ്. ആണ്. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ടീമിന്റെ പേരാണ്? നിങ്ങൾ പാടർ എന്നാണ് അല്ലേ? ഫോക്ക് ബാൻഡ്. പാടർ. അർത്ഥം ചോദിക്കണ്ട. നല്ലൊരു പാടി നടക്കട്ടെ. അതെ. നിങ്ങൾ എവിടെ സ്ഥലം? ശ്രുതി എവിടെയാണ് സ്ഥലം? ഞാൻ ആലപ്പുഴ. എല്ലാരും
അല്ലല്ല ഇല്ലല്ല. പല നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം അല്ലേ പിന്നെ എന്നാ? തീർച്ചയായും, Okay. തീർച്ചയായും. പേരെന്നോ? പേര് അശ്വതി എന്നാണ്. എവിടെ ഞാൻ നാട്? പാലക്കാട് ജില്ലയിൽ. പാലക്കാട്. പാലക്കാട്. Yes. മോനോ? പേര് ധനുഷ്, പാലക്കാട് തന്നെയാണ്. പാലക്കാട്. ധനുഷ്. Okay. ജിഷ്ണു പാലക്കാട്. മനസ്സിലായടാ? പാലക്കാടാണ്ട് ഉണ്ണിയേ. മോനോ? വിഷ്ണു, വിഷ്ണു. ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. Nice. മോളോ? നന്ദിനി, ആ. എവിടെ സ്ഥലം? പട്ടാമ്പി. പട്ടാമ്പി. അഭിരാമി, കോഴിക്കോട്. കോഴിക്കോട്. അമല ആലപ്പുഴ. ആലപ്പുഴ. അഷോൺ, ജില്ല ഇടുക്കി. ഇടുക്കി, ഇടുക്കി. ഇവിടെ എല്ലാ ജില്ലകളും ഉണ്ട്. സംസ്ഥാനം മുഴുവൻ കേരളത്തിന്റെ പരിച്ഛേദം. കറക്റ്റ്. അപ്പൊ നമുക്ക് ജില്ല വെച്ച് നല്ലൊരു വേറെ ആ, നാടൻ പാട്ട് ഇങ്ങോട്ട് കയറുന്ന നാടൻപാട്ട്. പിന്നല്ല ലലേ ലാലേ ലാലാ ലലേ ലലേ ലാലേ ലാലേ ലാലാ ലലേ തില്ലേ ലേ 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 തില്ലേ ലേ 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 ലാലേ ലാലേ ലാലാ ലലേ ലലേ ലാലേ ലാലേ ലാലാ ലലേ തില്ലേ ലേ 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 തില്ലേ ലേ 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 சந்தையில மீன் வாங்கி புள்ள சலசலான்னு சாறு காய்ச்சி கொத்தமல்லி பத்தலன்னு புள்ள போடுறாளே டப்பாங்குத்து லாலே லாலே லாலா லாலே 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 லாலா லாலே லே 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 சமக்காட்டு மூலையில புள்ள களையெடுக்கிற கூள புள்ள நிக்கட்டுமா போகட்டுமா புள்ள ஆளை மட்டும் சொன்னா போதும் லாலே லாலே லாலா லாலே 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 லாலா லாலே தில்லே லே 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 தில்லே லே 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 பனிக்காட்டு மூலையில புள்ள களையெடுக்கிற கூள புள்ள நிக்கட்டுமா போகட்டுமா புள்ள ஆளை மட்டும் சொன்னா போதும் லாலே லாலே லாலா லாலே 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 லாலா லாலே தில்லே லே 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 தில்லே லே 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 சந்தையில மீன் வாங்கி புள்ள களையெடுக்கிற கூள புள்ள நிக்கட்டுமா போகட்டுமா புள்ள ஆளை மட்டும் சொன்னா போதும் லாலே லாலே லாலா லாலே 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 லாலா லாலே தில்லே லே 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 தில்லே லே 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 லாலே லாலே லாலா லாலே 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 லாலா லாலே தில்லே லே 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 தில்லே லே 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 லாலே லாலே லாலா லாலே 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 லாலா லாலே தில்லே லே 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 தில்லே லே 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 പരിപാടി. ഗംഭീരായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു ടീം വരുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. നിങ്ങളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെ ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നത് ജിഷ്ണു ആണോ ഇതിനകത്ത്? ആരാണ് ഇതിന്റെ മൂല കാരണം ഇങ്ങനെ ഒരു ട്രൂപ്പ് തുടങ്ങാനായിട്ട്? ജിഷ്ണു ആണോ? എല്ലാവരുടെയും സഹകരണം തന്നെ എന്ന് വെച്ചാ നമുക്ക് എന്താ കോളേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും നല്ല സപ്പോർട്ടാണ്. ഇതിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കേട്ടോ. നമുക്ക് ശാസ്ത്രീയ സംഗീതമുണ്ട്, പിന്നെ വേറെ ഏതൊക്കെ സംഗീതത്തിന്റെ ഏതെല്ലാം മേഖല? അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ നാടൻ പാട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടോ? അതോ നിങ്ങളായിട്ട് ചിട്ടപ്പെടുത്തിയ പാട്ടാണോ? അങ്ങനെയാണോ? അല്ല, നാടൻ പാട്ടായിട്ട് ഞങ്ങളവിടെ പഠിക്കുന്നില്ല. ആ. കർണാട്ടിക് സംഗീതമാണ് പഠിക്കുന്നത്. നാടൻ പാട്ട് എന്ന് പറയുന്നത് നമ്മൾ കേട്ട് കേട്ട് അങ്ങനെ വന്നതാ. മണിച്ചേട്ടൻ്റെ പാട്ടും പിന്നെ ആദിവാസി പാട്ട് എന്ന് പറയുമ്പോൾ കലോത്സവ വേദികളൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ എടുത്ത് അങ്ങനെ പാടുന്നതാ. എനിക്ക് ഈ മേശം ഇതും കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു റീയൂണിന് പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പൊ ഞങ്ങള് കൂട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ഇതേപോലെ റീയൂണിന് മുമ്പ് പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ അല്ലായിരുന്നോ? ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ? ഇല്ല, ഷാജോൻ ചേട്ടൻ ഇതുപോലെ ഇരുന്ന് പാടിയിട്ടില്ല. തീർച്ചയായിട്ടും പാടിയായിരുന്നു. നമ്മുടെ കരിങ്കാളി അത് പാടിയായിരുന്നു. അതെ, നമുക്ക് ഈ ഓണത്തിൽ ഒരു പാട്ടും കൂടെ അങ്ങ് പാടിയാലോ? നമുക്ക് നാടൻ പാട്ട്. Come on, let's do it. കൊട്ടപ്പം കൊട്ടങ്ങളെ കൊയിലപ്പം വിളിയങ്ങളെ ഏലൂര് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ കൊട്ടപ്പം കൊട്ടങ്ങളെ കൊയിലപ്പം വിളിയങ്ങളെ ഏലൂര് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ കുഞ്ഞാങ്ങളെ ഞാനറിയില്ല കുഞ്ഞാങ്ങളെ എന്നറിയില്ല
പാട്ടൊപ്പം പാടാങ്ങളെ കുഞ്ഞാങ്ങളെ കൊട്ടപ്പം കൊട്ടാങ്ങളെ കൊലപ്പം വിളിയാങ്ങളെ എലൂര് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ കുഞ്ഞാങ്ങളെ ഞാനറിയില്ല കുഞ്ഞാങ്ങളെ എന്നറിയില്ല പാട്ടൊപ്പം പാടാങ്ങളെ കുഞ്ഞാങ്ങളെ കൊട്ടപ്പം കൊട്ടാങ്ങളെ കൊലപ്പം വിളിയാങ്ങളെ എലൂര് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ ഇന്ന് പോവണ്ടാങ്ങിളേ നാളെ പോവണ്ടാങ്ങിളേ ഇന്നത്തോരന്തി ഉറങ്ങിട്ട് നാളെ പോകാം ഇന്ന് പോവണ്ടാങ്ങിളേ നാളെ പോവണ്ടാങ്ങിളേ ഇന്നത്തോരന്തി ഉറങ്ങിട്ട് നാളെ പോകാം കൊട്ടപ്പം കൊട്ടാങ്ങളെ കൊലപ്പം വിളിയാങ്ങളെ എലൂര് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ കൊട്ടപ്പം കൊട്ടാങ്ങളെ കൊലപ്പം വിളിയാങ്ങളെ എലൂര് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ കൊട്ടപ്പം കൊട്ടാങ്ങളെ കൊലപ്പം വിളിയാങ്ങളെ എലൂര് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ കൊട്ടപ്പം കൊട്ടാങ്ങളെ കൊലപ്പം വിളിയാങ്ങളെ എലൂര് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ. സൂപ്പർ 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 സൂപ്പർ. ഈ ഒരു ഓളത്തിൽ നിങ്ങൾക്ക് കൂടെ പാടണം എന്നൊക്കെ തോന്നിപ്പോയോ ഗായ്സ്? പിന്നെ എനിക്ക് ഷാൻചാണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ഓളമായിരുന്നു. പാട്ടൊക്കെ പാടിയാൽ ഭയങ്കര രസമല്ലേ പുതിയ പിള്ളേരിന്ന് പാടുന്ന കേൾക്കുമ്പോഴേ അവർ മണിച്ചേട്ടൻ മണിച്ചേട്ടൻ എന്ന് പറയുന്നു, ആ പാട്ടുകൾ പാടുന്നു. അതും വെറുതെ പാടുകയല്ലോ, പാടിയതെല്ലാം സൂപ്പറായിരുന്നു. എല്ലാവരുടെയും വോയിസ് സ്ട്രെച്ചർ ഒക്കെ ആണെങ്കിലും സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു എല്ലാവരും. ശരി, ബാക്കി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയട്ടെ. അതെ, നിങ്ങൾ ഇതുപോലെ ക്ലാസ്സിൽ ഇതുപോലെ ബെഞ്ചിലൊക്കെ കൊട്ടിയപ്പോഴെങ്കിലും ടീച്ചർ ആരെങ്കിലും പൊക്കിയിട്ടുണ്ടോ ഈ കൂട്ടത്തിൽ? അതായിരിക്കുന്ന ലീഡർ ആണോ? ആഹാ, എന്തിനായിരുന്നു? പാട്ട് പാടിയാനായിരുന്നോ? ബ്രേക്ക് ടൈമിലായിരുന്നോ അതോ? അല്ല. അല്ലേ, പിന്നെ എപ്പോഴായിരുന്നു? കേക്കട്ടെ, ആക്കാതെ നമുക്ക് കേൾക്കാം. കേക്കട്ടെ. ഇടയ്ക്ക് ഞങ്ങള് മാറിയിട്ട് ക്ലാസ് കട്ട് ചെയ്യാൻ തോന്നുമ്പോ ഇടക്കിറങ്ങിയിട്ട് തുടിയൊക്കെ എടുത്തിട്ട് പോയിട്ട് പാലാമണിയുടെ സൗണ്ട് ഉള്ള വോയിസ് എങ്ങനെയാണോ? അത് എന്തെങ്കിലും ജലദോഷം എന്തെങ്കിലും ആണോ അതോ? ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ പോലെ ഹാർഡ് വർക്കിംഗ് ആണ്. ഒരു പാഴ്മുഖം മനസ്സിൽ വന്നപ്പോ നേരെ ഞാൻ ഇങ്ങോട്ട് വന്ന ആ സൗണ്ട്. ഓക്കെ. എന്നിട്ട് അതുപോലെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പോയിരുന്നപ്പം അങ്ങനെ പാടി, ആ പാട്ടിന്റെ ഒച്ച ഇച്ചിരി കൂടി പോയി, ടീച്ചേഴ്സ് വന്നു. ഓക്കെ, വെരി നൈസ്. വാട്ട് സ്റ്റുഡൻസ്. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ പാടർ ടീമിന് നമ്മുടെ സൈഡിൽ നിന്ന് കോമഡി മാസ്റ്റേഴ്സിനെ നമുക്ക് ഞെട്ടിച്ച് ഇവർക്ക് തിരിച്ച് നിങ്ങളുടെ വക ഒരു പെർഫോമൻസ് ആയാലോ? പിന്നെ ആവാലോ അല്ലേ? സ്റ്റാറുകൾ കൊടുത്തും അല്ലാണ്ടും കൂടെ പെർഫോം ചെയ്യാം. എന്ത് പറയുന്നു ഫക്രു ചേട്ടാ, ബിബിൻ ചേട്ടാ, ഷാൻ ചേട്ടാ? എത്ര സ്റ്റാർസ് ആണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? അതിനനുസരിച്ച് നമ്മൾ മ്യൂസിക്കും പാട്ടും പറയാം. തീർച്ചയായിട്ടും ഏറ്റവും നമ്മുടെ എന്താണ് പ്രിയപ്പെട്ട അജി തന്നെ അത് അനൗൺസ് ചെയ്യും. പറയല്ലേ, റെഡിയാണോ? റെഡിയാണോ കേൾക്കാൻ? റെഡിയാണോ? തീർച്ചയായിട്ടും ഇവർ നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്നു, നമ്മളെ എല്ലാവരെയും ഒരുപാട് സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് ഈ പാടർ ടീമിന് ഞങ്ങൾ 3 പേരും കൂടെ തീരുമാനിച്ചിരിക്കുന്ന സ്റ്റാർ 4 സ്റ്റാർ. എന്നാലും അതേക്കാണ് അവർക്ക് ഇങ്ങനെ സന്തോഷിക്കുന്നത് കണ്ടത്. ഒരുപാട് സന്തോഷം കേട്ടോ മോനെ. ശരി, ഞങ്ങൾക്ക് അവാർഡ്, സോറി, ഈ ടീമിന് അവാർഡ് നൽകാനായിട്ട് നിങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് ആര് പറഞ്ഞു? ഷാൻ ചേട്ടൻ വേണോ, ബിബിൻ ചേട്ടൻ വേണോ, ഫക്രു ചേട്ടൻ വേണോ? പിള്ളേരുടെ ഞാനൊരു സജഷൻ പറയട്ടെ, ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്, ഇത് സമ്മതിക്കുമോന്ന് അറിയില്ല. വിപിൻ ജോർജ് ആ കൂട്ടുകാരുടെ ഒക്കെ ഒപ്പം ഇരുന്നിട്ട് അന്ന് കൊട്ടിപ്പാടിയ നൊസ്റ്റാൾജിയ സാധനം വേണം. അതുപോലെ തന്നെ ഷാജോൺ നന്നായിട്ട് കൊട്ടും. ആ സംഗതിയല്ലേ ഷാജോണിന്റെ കൈയൊന്ന് വീഴുന്നത് കണ്ടാൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. അത് ഇവിടെ നിന്ന് കണ്ടാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നമ്മുടെ സൂപ്പർ സീനിയർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് കുറച്ചും കൂടെ ആർഭാദിക്കാം. ഷാജോനും പിള്ളേരും അവതരിപ്പിക്കുന്നു നാടൻ പാട്ടല്ല, അടിച്ചുപൊളി പാട്ട്. അപ്പൊ ഒരു കാര്യം എടുത്തിങ്ങോട്ട് ഇറക്കിയ ശൂരമ്പടിയുടെ ചെമ്പട കുട്ടിക്കോലം തുള്ളും താളം, വീരമ്പടിയുടെ പൊന്മുടി കെട്ടിക്കൊട്ടിക്കേറും താളം, ഇത് മുള്ളം കൊല്ലിക്കുന്നിന് മേലെ കാവടിയേന്തും നേരം, ഇന്നക്കരയുള്ളവരിക്കരയെത്തും തക്കിടതകിയുടെ മേളം, ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ, കാടും മലയും പുഴയും കടന്ന് കേറി വരുന്നൊരു വള്ളിത്തേരാണേ. ചെമ്പട കുട്ടിക്കോലം തുള്ളും താളം, വീരമ്പടിയുടെ മുൻമുടി എത്തിക്കൊട്ടിക്കേറും താളം, ഇത് മുള്ളം കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേറ്റും മേളം, ഇന്നക്കരയുള്ളവരിക്കരയെത്തും തക്കിടതരിയുടെ മേളം, ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ, കാടും മലയും പുഴയും കടന്ന് കേടി വരുന്നൊരു വള്ളിത്തേരാണേ. മുരുകാ ഹരോഹരാ വേലായുധാ ഹരോഹരാ, മുരുകാ ഹരോഹരാ
നിന്നും 4 stars. ഒരു കാര്യം കൂടെ ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. ലണ്ടൻ ക്ലാസിക്കിന്റെ അടിപൊളി ഷർട്ട് സമ്മാനമായി ലഭിക്കുന്നുണ്ട്. Yay!